ഹായ് സ്റ്റുഡൻസ്, നമ്മളുടെ ഫെബ്രുവരി 2025 മോഡൽ എക്സാമിന് ചോദിച്ച +1 മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൺസിഡർ ദ ഫോളോയിങ് ഫിഗർ. ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. യൂണിറ്റ് സർക്കിളാണ്, അതിൻ്റെ റേഡിയസ് 1 ആണ്. അപ്പോൾ ഇതിൽ ഈ 0 1ഉം -1 0യും 0 -1 ഉണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യനിൽ ആകെ A 1 0, പിന്നെ ഇവിടെ ഒരു 1, ഇവിടെ ഒരു -1, ഇവിടെ ഒരു -1, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റേഡിയൻ മെഷർ ഓഫ് ആംഗിൾ AOB. ആംഗിൾ AOBയുടെ റേഡിയൻ മെഷർ. അപ്പം ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ആംഗിൾ AOBയുടെ ഡിഗ്രി തന്നിട്ടുണ്ട് 150 ഡിഗ്രി. അപ്പോൾ അതിനെ റേഡിയനിലേക്കൊക്കെ നമുക്കറിയാലോ. ഇപ്പോഴെന്താണ് 150? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 150 ഡിഗ്രി എന്ന് പറഞ്ഞത് 150 ഡിഗ്രി. ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലേക്കൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലേക്കൊക്കെ പൈ ആണ് വരേണ്ടത് അല്ലേ. പൈ ആണ് ആദ്യം വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? 150 × π/180. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ 0 0 ക്യാൻസൽ ചെയ്ത് പോയി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 15ൽ 5 ടൈംസ്, ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 80ൽ 6 ടൈംസ്. അപ്പോൾ 5 π/6 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് B ആണ്. അപ്പോൾ മനസ്സിലാക്കുക, ഒരു കോർഡിനേറ്റിൽ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചതായിരിക്കും, കോസ് വാല്യൂ ആയിരിക്കും. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സൈൻ വാല്യൂ, അതായത് കോസ് 0 1, സൈൻ 0 0. ഇനി ഇവിടെയോ കോസ് 180, കാരണം ആംഗിൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് 180, കോസ് 180 -1, സൈൻ 180 0. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആംഗിൾ വരുന്നുണ്ടാവുക? കോസ് പോയിൻ്റ് വരുന്നുണ്ടാവുക കോസ് 150, സൈൻ 150. അതാണ് ഈ പോയിൻ്റ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കോസ് 150യുടെ വാല്യൂ കാണാം. രണ്ട് രീതിയിൽ ചെയ്യാം. റേഡിയൻ മെഷർ വെച്ചിട്ടും ചെയ്യാം, ഡിഗ്രി മെഷർ വെച്ചിട്ടും ചെയ്യാം. നമ്മൾ എന്തെടുക്കണം? ക്വാഡ്രൻ്റ് ഓൾ സ്റ്റുഡൻസ് ടേക്ക് ചോക്ലേറ്റ് ഇതെടുക്കുക അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇവിടെ 0, ഇവിടെ എന്താണ്? π/2 ഓർ 90, ഇവിടെ എന്ത് വരും? π ഓർ 180, ഇവിടെ എത്രയാണ്? 3 π/2 ഓർ 270. ഓക്കെ, ഇവിടെ വരുമ്പോൾ 0, പിന്നെ എന്ത് വരും? 360, അല്ലെങ്കിൽ എത്ര വരും? 2π എന്ന് വരും, 2π റേഡിയൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം എന്താണ് 150 പറഞ്ഞാൽ ഇവിടെ അല്ലേ വരുന്നത്, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ. അപ്പോൾ കോസ് 150 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 180 - 30 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, നമുക്കറിയാം കോസ് π - θ എന്താണ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഏത് മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ? സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ. ഇവിടെ എന്ത് വരും? -cos θ എന്ന് വരും. ഇവിടെ എന്ത് വന്നു? ഇവിടെ തീറ്റയ്ക്ക് പകരം 30 ആണ്, -cos 30 എന്ന് വന്നു. നമുക്കറിയാം കോസ് 30യുടെ വാല്യൂ √3/2 -√3/2 എന്ന് വന്നു. ഇത് റേഡിയനിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. കോസ് 5 π/6 അല്ലേ, 150 ഡിഗ്രി മീൻസ് 5 π/6 അല്ലേ. അപ്പോൾ ഇതിൽ ഇവിടെ താഴെ കൂടുതൽ മേലെ കുറവാണെങ്കിൽ എന്താണ്? കോസ് π - π/6. നോക്കിക്കേ, π × 6 6π - π 5 π/6. അപ്പോൾ നമുക്കറിയാം കോസ് π - θ പറഞ്ഞാൽ -cos θ ആണ്. എന്തൊരു -cos π/6. ദാറ്റ് മീൻസ് വാല്യൂ നമുക്കറിയാം എന്താണ്? -√3/2. ഇതുപോലെ സൈൻ 150 ഡിഗ്രിയും കാണുക. എന്താണ് സൈൻ 150 ഡിഗ്രി? സൈൻ 180 - 30. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സൈൻ π - θ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിലാകാൻ സൈൻ പോസിറ്റീവാണ്. അപ്പോൾ സൈൻ θ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരുന്നത്? സൈൻ 30 എന്ന് വന്നു, = 1/2. ഇതുപോലെ തന്നെ ഇതിൽ റേഡിയലിനും ചെയ്യാം. സൈൻ 5 π/6 മീൻസ് സൈൻ π - π/6 = സൈൻ π - θ സൈൻ θ. ദാറ്റ് മീൻസ് സൈൻ π/6, ദാറ്റ് മീൻസ് സൈൻ 30 = 1/2. അപ്പോൾ എന്താണ് കോർഡിനേറ്റ് ഓഫ് B എന്ന് പറയുന്നത്? -√3/2, 1/2. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ.